നമസ്കാരം, ഗ്രാസ്റ്റുമാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു സ്കൂട്ടർ എടുത്തു, ബർഗ്മാൻ 125 സ്ട്രീറ്റ്. അപ്പോൾ ഈ ബർഗ്മാൻ എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്നതിൻ്റെ ഒരു 5 കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. ഇതൊന്ന് നോക്കിക്കേ, വണ്ടി കാണാൻ എങ്ങനെയുണ്ട്. ഒരു മാക്സി സ്കൂട്ടറിൻ്റെ പരിവേഷമൊക്കെ വണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ LED ഫ്രണ്ടിലെ ഹെഡ് ലാംപ്സ്, ബാക്കിൽ LED ടെയിൽ ലാംപ്സ്, ഇതിൻ്റെ വൈസർ, ആകെ മൊത്തം ഒരു കളർ പാറ്റേൺ, ആ മാറ്റ് ഫിനിഷ്, ഇതെല്ലാം കൂടെ കൂടുമ്പോഴത്തേനും വണ്ടിക്ക് ഒരു ക്ലാസ് ലുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. അതായത് ഞാനൊരു 5 അടി 10 ഇഞ്ചൊക്കെ സൈസ് വരും, അത്രയും പൊക്കം വരും, അത്യാവശ്യം സൈസും ഉണ്ട്. അപ്പം എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫുഡ് റെസ്റ്റൊക്കെ അലൈൻ ചെയ്തേക്കുന്നത് നോർമലി നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാൻ പറ്റും, നോർമലി ഇങ്ങനെ ഇരുന്ന് ഓടിക്കാനായിട്ട് നമുക്ക് പറ്റും. മാത്രമല്ല ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഒന്ന് ഇരിക്കണമെങ്കിൽ, നടുവൊക്കെ നിവർത്തിയിരിക്കണമെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഓടിക്കുന്നത് അത്ര സേഫ് ആണെന്ന് ഞാൻ പറയത്തില്ല. നമ്മളിപ്പം ഒരു ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാല് നീട്ടി വെച്ചിട്ടുള്ള പൊസിഷനിൽ ഒന്ന് മനൂവർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അന്നേരം നമ്മൾ നോർമൽ പൊസിഷനിലേക്ക്, അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് 2 രീതി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ കുറേ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ, കിറ്റുകൾ, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചവിട്ടാൻ സ്ഥലം കിട്ടാത്ത ഒരവസ്ഥ വരും. ആ സമയത്ത് നമുക്ക് കാല് നീട്ടി വെച്ച് ഓടിക്കാം. അങ്ങനെ കുറേ പ്രയോജനങ്ങൾ ഇതിനാലുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഇതിൻ്റെ മൈലേജാണ്. സാധാരണ ഒരു 125cc സ്കൂട്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും കുറച്ച് കൂടുതൽ മൈലേജ് ഇതിനുണ്ട്, അതൊരു സത്യമാണ്. ആവറേജ് ഒരു 55 km/ലിറ്റർ ഒക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അതൊരു മികച്ച മൈലേജാണ്. ശരിക്കും പറഞ്ഞാൽ മോദിജിയൊക്കെ വീണ്ടും പെട്രോളിൻ്റെ പൈസ കൂട്ടാനായിട്ട് ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൈലേജാണ് ശരിക്കും ബർഗ്മാൻ നമുക്ക് തരുന്നത്. നാലാമത്തെ കാരണം അത് ഇതിൻ്റെ എഞ്ചിനാണ്. അത്ര പുതിയ എഞ്ചിനല്ല, നമുക്ക് പരിചയമുള്ള BS4 നമുക്ക് പരിചയമുള്ള എഞ്ചിൻ തന്നെയാണ്. ആക്സസിൽ, സുസുക്കിയുടെ ആക്സസിലൊക്കെ ഉപയോഗിക്കുന്ന അതേ എഞ്ചിനാണ് ബർഗ്മാനിൽ അവർ ഉപയോഗിച്ചേക്കുന്നത്. ആക്സസിനേക്കാളും കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നുള്ളൂ വണ്ടിക്ക്. അപ്പോൾ ആ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. BS4 നിന്ന് BS6 വന്നപ്പോൾ ഉണ്ടായ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ടോർക്ക് നമുക്ക് കുറച്ച് കുറവാണ് ഫീൽ ചെയ്യുക. ഇത് എങ്ങനെ നമുക്ക് നോർമലി നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻസിൽ നോർമലി നിരപ്പിൽ നിന്നും ഒരിക്കലും നമുക്കത് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ കയറ്റത്ത് വലിവിൽ ചെറിയൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ കയറ്റം കയറുകളെന്നല്ല പറയുന്നത്, ചിലപ്പോൾ ചില വണ്ടികൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വരും. പക്ഷേ നിരപ്പിൽ നമ്മൾ വിട്ടു കൊടുക്കത്തില്ല. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള അടിപൊളി എഞ്ചിനാണ് ബർഗ്മാൻ്റെ. അഞ്ചാമത്തെ റീസൺ, ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഈ വണ്ടിയിൽ തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 എണ്ണം പറയാം. ഒന്നാമത്തെ ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് താരതമ്യേന വലുതാണ്. 22 ലിറ്ററോളം ഇതിന് കപ്പാസിറ്റി ഉണ്ട്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് ഇറക്കി വെക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. രണ്ടാമത്തെ, നമുക്കിങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുകയില്ലെങ്കിലും അടപ്പുള്ളൊരു സ്റ്റോറേജാണ്. അത് ഈ ഡാഷിൻ്റെ ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയ ഡാഷ്ബോർഡ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാമല്ലോ. ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു സോക്കറ്റ് ഉണ്ട്. അത് മാത്രമല്ല, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഉണ്ട്. അതുകൂടാതെ അത്യാവശ്യം നല്ല ആഴമുള്ള അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള വേറൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അത്യാവശ്യം നമ്മുടെ തൊപ്പിയോ അല്ലെങ്കിൽ കുപ്പികളോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നമുക്ക് കയറ്റി വെക്കാനായിട്ട് പറ്റും. മാത്രമല്ല 2 ഹുക്കുകളും ഉണ്ട്. ഫ്രണ്ടിലെ ഹുക്ക് ഉണ്ട്, അത്യാവശ്യം മീനവർച്ചയൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ തൂക്കിയിടാൻ പറ്റും. ഇതല്ലാതെ നോർമലി എല്ലാ വണ്ടിക്കുള്ള ഇവിടുത്തെ ഹുക്കും ഉണ്ട്. ഈ ഹുക്കിൻ്റെ പ്രത്യേകത, ഇത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് മടക്കി വെക്കാൻ പറ്റും. ചില വണ്ടിക്കൊക്കെ ഈ ഒരു പൊസിഷനിൽ മാത്രമായിരിക്കും ഹുക്ക് ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഇരുന്നാൽ എന്തെങ്കിലും സംഭവം നമ്മൾ കയറ്റി വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ കവറൊക്കെ ആണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് മടക്കി ഒതുക്കിയൊക്കെ വെക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒന്നാണ് ഈ മീറ്റർ കൺസോള്. ഇതിൽ ഫോണ്ട് ഭയങ്കര രസമാണ്. സ്പീഡ് കാണിക്കുന്നതാണെങ്കിലും സമയം കാണിക്കുന്നതൊക്കെ നോർമൽ ഫോണ്ടാണെങ്കിലും ഇതിൻ്റെ സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയുള്ള ഫോണ്ടിലാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ബ്ലൂടൂത്ത് വേർഷൻ അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ ഡിസ്പ്ലേ ആണ്. വലിയ ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ളത് ഭയങ്കര നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ BS4 ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല, BS4 ഇല്ലായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഹാൻഡിലിൻ്റെ നോബ് എന്ന് പറയുന്നത്. ഇത് അഡീഷണൽ BS6 വന്നപ്പോഴത്തേനും വന്നതാണ്. ഇത് വന്നത് വളരെ വളരെ അഡ്വാൻറ്റേജ് ആയി. നേരത്തെ നമുക്ക് ഹാൻഡിലിന് നീളം കുറവാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഇങ്ങനെയുള്ള നോബുള്ള വണ്ടി ഓടിച്ച് ശീലിച്ചവർക്ക് പഴയ ബർഗ്മാനിൽ തോന്നിയിട്ടുണ്ടാവണം. പക്ഷേ ഇപ്പോൾ അത് പരിഹരിച്ചാണ് സുസുക്കി ഇറക്കിയേക്കുന്നത്. ഇത് വളരെ മികച്ചൊരു തീരുമാനമാണ്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നിങ്ങളൊരു പുതിയ സ്കൂട്ടർ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുമായിരിക്കും. ഇത് എൻ്റെ പെർസ്പെക്റ്റീവിലെ കാര്യങ്ങളാണ്. അപ്പോൾ അത് എല്ലാം വാലിഡ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആയിരിക്കില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം ഗ്രാസ്2മാർസ്.